അദാനിക്ക് മുന്നിൽ വഴങ്ങി നരേന്ദ്രമോദി എന്നുള്ളൊരു അടുത്ത വാർത്ത വരുന്നുണ്ട്. സൗരോർജ പദ്ധതിയും അദാനിക്ക്, ചട്ടങ്ങൾ പൊളിച്ചെഴുതി കേന്ദ്ര സർക്കാർ, SC/SCയെയും പ്രതിക്കൂട്ടിൽ. പാരമ്പര്യേതര ഊർജോൽപാദനം 2023 450 ജിഗാവാൾട്ടായി ഉയർത്താനുള്ള മോദി സർക്കാരിന്റെ തീരുമാനത്തിന്റെയും ഗുണഭോക്താവായി മാറിയിരിക്കുന്നത് അദാനി ഗ്രൂപ്പാണ്. എല്ലാം അദാനിക്ക്, രാജ്യം കൂടി തീരെഴുതി കൊടുത്താൽ മതി അദാനിക്ക്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അറസ്റ്റ് വാറന്റ് അടക്കം പുറപ്പെടുവിച്ച വ്യക്തിയാണ് അദാനി. പക്ഷെ ഇന്ത്യക്കാർ അതിൽ മൗനം പാലിക്കുകയാണ്, കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയാണ്, നരേന്ദ്രമോദി മൗനം പാലിക്കുകയാണ്. അദാനിക്കെതിരെ ലോകരാജ്യങ്ങൾ തിരിയുന്നത് എന്തോ ഇന്ത്യക്കെതിരെ തിരിയുന്നത് പോലെയാണ്. അദാനി എന്നുള്ള വ്യക്തി ഇന്ത്യയായി മാറുന്ന ഒരു ലോക സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഗുണഭോക്താവായിട്ട് അദാനി മാറുകയാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഭരണ കാലയളവിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായിരിക്കുന്ന അദാനി അംബാനിമാർക്കാണെന്ന് രാഹുൽ ഗാന്ധി വിമർശനങ്ങൾ ഉന്നയിച്ച് എപ്പോഴും വരാറുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ആരും മൈൻഡ് ചെയ്യാറില്ല, തള്ളിക്കളയാറുള്ളൂ. അപ്പോൾ വൈദ്യുതി വിതരണ കരാറിന് 2700 കോടി കൈക്കൂലി നൽകിയെന്ന അമേരിക്കൻ കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണ് അദാനിക്കായി മോഡി സർക്കാർ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിയെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്. എന്തായാലും ജനങ്ങളുടെ നികുതിയിൽ നിന്ന് അദാനി പോലുള്ള കുത്തക കമ്പനിക്ക് വൻതോതിൽ സബ്സിഡി നൽകുന്ന SECI നയവും വിമർശന വിധേയമായി കഴിഞ്ഞു. വികേന്ദ്രീകൃത ആസൂത്രണം വഴി സൗരോർജ്ജ ഉൽപ്പാദനം ലാഭകരമായി 2023 450 ജിഗാവാൾട്ട് സ്ഥാപിത ശേഷി കൈവരിക്കാമെന്നിരിക്കെയാണ് അദാനി കമ്പനിയുടെ കീശ വീർപ്പിക്കുന്ന നയം മാറ്റവുമായി മോദി സർക്കാർ രംഗത്ത് വരുന്നത്. അതുകൊണ്ട് നരേന്ദ്രമോദി അദാനിയുടെ കീശ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിമർശനങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ലോകരാജ്യങ്ങളിൽ പോലും അദാനിക്കെതിരെ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിലടക്കം YSR കോൺഗ്രസിനെ അടക്കം ബാധിക്കുന്ന തരത്തിൽ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോഴും അദാനിയുടെ പോക്കറ്റ് വീർപ്പിക്കുന്ന നിലപാടാണ് തുടരുന്നത് എന്ന രാഷ്ട്രീയ വിമർശനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി അടക്കം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഈ വിമർശനങ്ങളെയൊക്കെ വീണ്ടും രാഹുൽ ഗാന്ധി ഏറ്റുപിടിച്ചിട്ട് ഇവർക്കെതിരെ വീണ്ടും തിരിയാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പൊ പ്രിയങ്കാന്തി അടക്കമുണ്ട്. രാഹുൽ ഗാന്ധി പ്രിയങ്കാന്തിയുടെ ഒരു അറ്റാക്ക് ആയിരിക്കും ഇനി നരേന്ദ്രമോദി സഖ്യത്തിനെതിരെ വരാൻ പോകുന്നത്.